ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ജോബ് വാക്കൻസിയുമായിട്ടാണ്. വളരെ വലിയ പഠിപ്പുള്ളവർക്കുള്ള ഒരു ജോബൊന്നുമല്ല. അത്തരത്തിൽ ജോബുകൾ നോക്കുന്ന ആൾക്കാർ ഈ വീഡിയോ തുടർന്ന് കാണാണ്ട്, മറിച്ച് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടല്ലോ, അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് ഈ ഏരിയയിലാണ് ജോബുകൾ വരുന്നത്. അവിടെ നിന്നിട്ട് ജോലി ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ ജോബ് വാക്കൻസികളും ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങളുടെ റിസ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോയി ജോയിൻ ചെയ്യുക. എനിക്ക് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തരത്തിലുള്ള കുറച്ച് ഇൻഫർമേഷൻ കിട്ടി, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അത് ഈ ഓരോ ജോബിൻ്റെയും സത്യാവസ്ഥ ആ നമ്പറിൽ വിളിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓരോ വേക്കൻസി ആയിട്ട് ഞാൻ വായിക്കാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോയിൽ കൂടുതലായിട്ട് എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ഭാഗത്തുള്ള ജോബ് വാക്കൻസികളാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെ ജോബ് വാക്കൻസികൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഈ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വാക്കൻസി വന്നിട്ടുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ വിവോ കേരള HR ഒഴിവിലേക്ക് ആളുകളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടത് MBA ആണ്. MBA പാസ്സായിരിക്കണം. അതാണ് അവർ പ്രിഫർ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ. ഫ്രഷേഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തത്. ഇതിൽ മാത്രമാണ് കുറച്ച് ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്. അടുത്തൊരു ജോബ് വാക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ക്ലീനിങ് സ്റ്റാഫിനെയും അതിൻ്റെ ഹെൽപ്പറെയും ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചേക്കണം, ലേഡി ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയാണ് ആവശ്യം. ബോയ്സ് ആരും അതിന് ഇറങ്ങി പുറപ്പെടേണ്ട. സ്ഥലം എറണാകുളം കാക്കനാടാണ്. സാലറി അവർ 20,000 രൂപ സാലറി, മെയിൻ ആൾക്ക് 20,000 രൂപ സാലറിയും ഹെൽപ്പർക്ക് 15,000 രൂപ സാലറിയും ക്ലീനിങ് സ്റ്റാഫിന് 12,000 രൂപ സാലറിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. അവർക്ക് കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ തന്നെ കാക്കനാട് പ്രവർത്തിക്കുന്ന സൈബർ കോപ്സ് എന്ന സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് അതിൽ ഒരു വാക്കൻസി. അവർക്ക് 12,000 മുതൽ 15,000 വരെ ശമ്പളം കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫീൽഡ് ഓഫീസർ 18,000 രൂപ വരെയാണ് കമ്പനി സാലറി ഓഫർ ചെയ്യുന്നത്. സെക്യൂരിറ്റി സൂപ്പർവൈസർ ഉണ്ട്, അയാൾക്ക് 17,000 രൂപയും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡി ഗാർഡിനെയും കമ്പനി ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് 17,000 രൂപ വരെയാണ് കമ്പനി സാലറി കൊടുക്കുന്നത്. അതുപോലെ തന്നെ താമസം, കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം, മറ്റ് ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ വിളിക്കേണ്ട നമ്പറുകളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അടുത്ത ഒരു ഒഴിവ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് സ്റ്റുഡിയോ വർക്ക് അറിയാവുന്ന ആൾക്കാരെ ആവശ്യമുണ്ട്. ശമ്പളം 15,000 മുതൽ 25,000 വരെയാണ് പറയുന്നത്. അവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും താഴെ കൊടുക്കുന്നു. അടുത്തതായി തന്നെ എറണാകുളത്ത് കാക്കനാട് പ്രവർത്തിക്കുന്ന റെസിഡൻസിയിലേക്ക് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് അറിയാവുന്ന 25 വയസ്സിൽ താഴെയുള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി അവർ 15,000 രൂപയാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടുമുണ്ട്. അതിൻ്റെ ഫോൺ നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് ചായ, പൊരിക്കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ടെന്ന് പറയാൻ 700 രൂപയാണ് പെർ ഡേ ശമ്പളമായിട്ട് കൊടുക്കുന്നത്. അത് സ്ഥലം വന്നിട്ട് തൃശ്ശൂർ നായരങ്ങാടിയാണ്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് നല്ലൊരു ജോലി വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 7 മണി മുതൽ 11:30 വരെയാണ്. അതിനുശേഷം 3 മണി ടു 7:30 വരെയും. തൃശ്ശൂർ നായരങ്ങാടി ഭാഗത്തുള്ളവർക്ക് ഈ ജോലി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് റിസോർട്ടിൽ മുൻ പരിചയമുള്ള റൂം ബോയ്, റിസപ്ഷനിസ്റ്റ്, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്നീ മേഖലയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു. ഈ പോസ്റ്റിൽ അവരുടെ സാലറി ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. നിങ്ങളത് ഡയറക്റ്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അടുത്തതായി വന്നിട്ടുള്ള വാക്കൻസി എറണാകുളം ജില്ലയിൽ തന്നെ കാക്കനാട് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് മാനേജർ പോസ്റ്റിലേക്ക് ആളെ ആവശ്യമുണ്ടെന്നാണ്. ഇതിന് കുറച്ച് ഡിമാൻഡുകളുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇതേ ഫീൽഡിൽ. അവർക്ക് പറയുന്ന സാലറി 25,000 മുതൽ 30,000 വരെയാണ്. പ്ലസ് TA അലവൻസ് എല്ലാം അവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് വിളിച്ചു നോക്കുവാനുള്ള നമ്പറും CV അയക്കാനുള്ള ഇമെയിൽ ID യും ഞാൻ താഴെ കൊടുക്കുന്നു. അടുത്തതായി വന്ന വാക്കൻസി തൃശ്ശൂർ ജില്ലയിൽ ഈസ്റ്റ് ഫോർട്ടിന് സമീപമുള്ള കർട്ടൺ ആൻഡ് ഇൻറ്റീരിയർ സ്ഥാപനത്തിലേക്ക് ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട്. ഇത് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടവർക്ക് നല്ലൊരു ജോബ് വാക്കൻസി ആയിരിക്കും. 15,000 രൂപയാണ് അവർ പറയുന്ന സാലറി. താഴെ കൊടുത്തിട്ടുള്ള നമ്പർ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാവുന്നതാണ്. അടുത്ത വാക്കൻസി വർക്കല കല്ലമ്പലം റൂട്ടിൽ പുതുതായി തുടങ്ങുവാനുള്ള റെസ്റ്റോറൻറ്റിലേക്ക്
പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് എന്നാണ്. സാലറി 900 രൂപ മുതൽ 1000 രൂപ വരെ പെർ ഡേ ഉണ്ടായിരിക്കുന്നതാണ്. താമസം, ആഹാരം എന്നിവ സൗജന്യമായിട്ടും ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്ന നമ്പറും താഴെ കൊടുക്കുന്നു. അടുത്ത വാക്കൻസി വന്നിട്ടുള്ളത് എറണാകുളത്താണ്. എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് കുറച്ച് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. അതിലൊരു വാക്കൻസി ഇലക്ട്രീഷ്യൻ പ്ലംബറാണ്. 18,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി അവർ പറയുന്നത്. അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റർ, അവർക്കും 18,000 രൂപയാണ് സാലറി പറയുന്നത്. സീലിംഗ് വർക്കറിനെയും അവർക്ക് ആവശ്യമുണ്ട്. സീലിംഗ് വർക്കറിന് 15,000 രൂപയാണ് അവർ സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. അതുപോലെ തന്നെ സൂപ്പർവൈസറെയും അവർ ക്ഷണിക്കുന്നുണ്ട്. സൂപ്പർവൈസർക്ക് 18,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഒരു നിബന്ധന കൂടി അവർ പറയുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. താമസ സൗകര്യവും ഭക്ഷണവും അലവൻസും അവർ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള നമ്പറും ഇമെയിൽ നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അടുത്തത് വീട്ടുജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾക്കാണ് ഒരു വാക്കൻസി വന്നിട്ടുള്ളത്. 3 പേർ അടങ്ങുന്ന വീട്ടിൽ താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിന് ഒരു സ്ത്രീ ആവശ്യമുണ്ട്. ഇതാണ് പരസ്യം. സാലറി 20,000 രൂപ തൊട്ട് 21,000 രൂപ വരെയാണ് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വാക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം വടുതല എന്ന സ്ഥലത്താണ്. ഓക്കെ, അടുത്ത വാക്കൻസിയും എറണാകുളത്താണ്. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന അഡ്വർടൈസിംഗ് സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫ്ലെക്സ് വിനയൽ വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്ന് അവർ ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല. സാലറി 18,000 രൂപയാണ് പറയുന്നത്. താമസ സൗകര്യം, ഭക്ഷണം എന്നിവ രണ്ടും അവർ അറേഞ്ച് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഹോട്ടൽ ജോലികൾ ചെയ്യാൻ അറിയുന്ന ആൾക്കാണ്. മലപ്പുറം പാലക്കാട് ബൈപ്പാസിൽ പുതുതായി തുടങ്ങുന്ന ഹോട്ടലിലേക്ക് ജോലി അറിയാവുന്ന ആൾക്കാരെ ആവശ്യമുണ്ട്. ചായ, പൊറോട്ട, ചൈനീസ്, അതുപോലെ തന്നെ വെയിറ്റർ, അറബിക് ഡിഷ്, സ്നാക്സ് എന്നിവ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളെയാണ് അവർക്ക് ആവശ്യം. ഭക്ഷണവും താമസവും അവർ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പൊറോട്ട മേക്കർക്ക് 27,000 രൂപയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത്. ചായ മേക്കർക്ക് 25,000 രൂപയും, ചൈനീസ് കുക്കിന് 27,000 രൂപയും, വെയിറ്റർക്ക് 21,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അറബിക് ഡിഷ് ഉണ്ടാക്കുന്ന കുക്കിന് 30,000 രൂപയും, സ്നാക്സ് ഉണ്ടാക്കുന്ന കുക്കിന് 27,000 രൂപയാണ് കമ്പനി സാലറി പറഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഒരു ഡിമാൻഡ് ഉണ്ട്. സാലറി എക്സ്പീരിയൻസിനനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ വിളിച്ചു നോക്കാവുന്നതാണ്. അടുത്തതും ഒരു ഹോട്ടൽ ജോലി വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. ബിരിയാണി, ഊണ്, അതിനോടനുബന്ധിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾക്ക് 22,500 രൂപയാണ് കമ്പനി സാലറി പറയുന്നത്. അതുപോലെ തന്നെ ഷവർമ, അൽഫാം, ഷവായി ഇവ 3 ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അവർക്കും 22,500 രൂപയാണ് കമ്പനി സാലറി പറയുന്നത്. ഇതിൻ്റെ നിബന്ധന എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി സൗജന്യമായിട്ട് കൊടുക്കുന്നുമുണ്ട്. അടുത്ത ഒരു വാക്കൻസിയും എറണാകുളം ജില്ലയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ഉദയംപേരൂരിൽ പുതുതായി പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ബിരിയാണി, മറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ. സാലറി 30,000 രൂപയാണ് അവർ കൊടുക്കുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ വിളിച്ചു നോക്കാനുള്ള നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസായി കാര്യങ്ങൾ ചോദിച്ചതിനു ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യുക. അടുത്ത വാക്കൻസിയും എറണാകുളത്താണ് വന്നിട്ടുള്ളത്. എറണാകുളം പുത്തൻകുരിശിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫർണിച്ചർ ഷോറൂമിലേക്ക് 20നും 45നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട്. ജോലി സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 8:30 വരെയാണ്. സാലറി 10,000 മുതൽ 18,000 രൂപ. അത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് സാലറി കൂടുതൽ ലഭിക്കും. താമസവും ഭക്ഷണം വെച്ച് കഴിക്കുവാനുള്ള സൗകര്യവും കമ്പനി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി അന്വേഷിച്ചതിന് ശേഷം മാത്രം പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുക്കുക. അടുത്തതായിട്ട് ഒരു വീട്ടുജോലിക്കാരനെയാണ് ആവശ്യം. ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ദമ്പതികളുടെ ഫ്ലാറ്റിൽ കൂടെ താമസിച്ച് 2 വയസ്സാകാറായ കുട്ടിയെ നോക്കുന്നതിനും ഗൃഹജോലികൾ ചെയ്യുന്നതിനും ഉത്തരവാദിത്വവും ആത്മാർത്ഥതയുമുള്ള 40നും 54 വയസ്സിനിടയിലുള്ള മലയാളി സ്ത്രീകളെ ആവശ്യമുണ്ട്. സാലറി 20,000 രൂപയാണ് അവർ പറയുന്നത്. 2 വയസ്സായ കുട്ടിയെ നോക്കാൻ വേണ്ടി മാത്രം കൊടുക്കണം 20,000 രൂപ. പക്ഷേ അവർ വീട്ടുജോലി കൂടി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. 20,000 രൂപയാണ് കമ്പനി സാലറി. കമ്പനിയല്ല, ആ
ദമ്പതികൾ സാലറി ആയിട്ട് കൊടുക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുക്കുക. ഒപ്പം തന്നെ ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫർണിച്ചർ ഫാക്ടറിയിലേക്ക് ടിക് വെൽഡിംഗ് അറിയാവുന്ന വെൽഡർമാരെയും സ്പ്രേ പോളിഷ് അറിയാവുന്ന പോളിഷ് പണിക്കാരെയും ഉടനെ ആവശ്യമുണ്ട്. സാലറി പറയുന്നത് 1000 രൂപ പെർ ഡേ ആണ്. ഓവർ ടൈം ചെയ്യാനുള്ള സൗകര്യവും കമ്പനി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷനും ഫുഡ് വെച്ച് കഴിക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. ഉടനെ വരുവാൻ താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. വിളിക്കേണ്ട സമയവും അവർ കൊടുത്തിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നിങ്ങൾ ഈ ജോബ് വാക്കൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത്. നമ്പർ താഴെ കൊടുക്കും. അതുപോലെ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നല്ല ചായ പൊരിക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട്. സാലറി വന്നിട്ട് 800 രൂപയാണ് പെർ ഡേ. ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഫ്രീ ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു. മലപ്പുറത്തുള്ളവർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഈ ജോബ് വാക്കൻസികളെല്ലാം ഓഗസ്റ്റ് 2-നും ഓഗസ്റ്റ് 5-നും ഇടയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ച് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ചതിന് ശേഷം മാത്രം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോലികൾ ആവശ്യമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോലികൾ തേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ആ ജോബ് വാക്കൻസി മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാനും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ചുറ്റിലും ജോലി കിട്ടാതെ ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊരു ആശ്വാസമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ജോബ് വാക്കൻസികളും മറ്റ് വിവരങ്ങളും ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.